നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. താൻ പാതി ദൈവം പാതി എന്നാണ് ഏതൊരു ഹൈന്ദവ വിശ്വാസിയും അല്ലെങ്കിൽ മറ്റേത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സങ്കീർണതകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സാധൂകരിക്കാനും അത് പ്രയാസമേ ഇല്ലാതെ ആ ഒരു സന്ദർഭത്തെ മറികടക്കാൻ കൂടെ നിൽക്കണമേ എന്ന് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് മുന്നിൽ കാവൽ നിന്ന SIT സംഘം ഒന്ന് ഭയന്നു. ആദ്യം വീടിന് മുന്നിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടം ഇവരെ എല്ലാം നോക്കി ചിരിച്ചതിനു ശേഷം തന്റെ ഇരുചക്ര വാഹനവും എടുത്തുകൊണ്ടിറങ്ങി. ആദ്യം ഒന്ന് നിർത്തി, ഇവർ ഒന്ന് എഴുന്നേറ്റു. ഇരുന്നവരെല്ലാം സടകുടഞ്ഞങ്ങ് എഴുന്നേറ്റു. പിന്നീട് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി. അവിടെ നിന്നവരെല്ലാവരും തന്നെ വാഹനത്തിൽ കയറി പിന്നാലെ പാഞ്ഞു. എവിടേക്കാണ്, എന്താണ് എന്നൊന്നും അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പായുകയാണ്. പിന്നാലെ വെച്ചുപിടിച്ച SIT സംഘം ചെന്ന് നിന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്കൂട്ടർ നിന്ന ഒരു ക്ഷേത്ര നടയ്ക്ക് മുന്നിലാണ്. അങ്ങനെ SIT സംഘം നോക്കുമ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിൽ വന്നതാണ്, തൊഴുതു, പ്രാർത്ഥിച്ചു. നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ക്ഷേത്രം വരെ വന്നതാ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. പിന്നീട് പൂങ്കുഴലി, അതായത് രണ്ടാമത്തെ ഈ പീഡന കേസ് അന്വേഷിക്കുന്ന പൂങ്കുഴലി, അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു അത്രേ പത്തനംതിട്ട വിട്ടു പോകരുത് എന്ന്. എന്നാൽ അങ്ങനെ ഒരു വിവരം ഒന്നും തനിക്ക് ലഭിച്ചില്ല എന്ന് വളരെ വ്യക്തമാക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം പിന്നീട് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയും അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തി. നിയമ നടപടികൾ നേരിടുന്നതിനിടയിൽ കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് പ്രശസ്തമായ ജഡ്ജി അമ്മാവൻ കോവിലിലാണ്. ജഡ്ജി അമ്മാവൻ കോവിലിലെത്തി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. കേസ് സംബന്ധമായ കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കാൻ പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാകുമെന്ന വിശ്വാസമാണ് രാഹുലിനെ പൊൻകുന്നം ചെറുവള്ളി ദേവീക്ഷേത്രത്തിലെ ഈ കോവിലിൽ എത്തിച്ചത്. കോടതി നടപടികൾ കാത്തിരിക്കുന്നവരാണ് പൊതുവെ ജഡ്ജി അമ്മാവൻ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുള്ളത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപും നേരത്തെ ഈ ക്ഷേത്രത്തിൽ എത്തി പ്രാർത്ഥന നടത്തിയിരുന്നു. ഇന്നലെ രാവിലെ പത്തനംതിട്ടയിലെ അടൂരിൽ വീടിന് സമീപത്തെ ക്ഷേത്രത്തിലും രാഹുൽ സ്കൂട്ടറിലെത്തി പ്രാർത്ഥന നടത്തിയിരുന്നു. രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച പോലീസും അദ്ദേഹത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു. അടൂർ നെല്ലിമുകളിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടും പോലീസ് നിരീക്ഷണത്തിലാണ്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ഡിസംബർ 18 മാറ്റിയിട്ടുണ്ട്. അതുവരെ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും കോടതി നീട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം അഡീഷണൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് 2 ആഴ്ചയോളം നീണ്ട ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വന്നത്. തുടർന്ന് അദ്ദേഹം കുന്നത്തൂർമേട് എത്തി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ദിലീപിന്റെ വഴിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായതിനു ശേഷം ദിലീപ് 3 തവണയാണ് ഇവിടെ എത്തി വഴിപാടുകൾ നടത്തിയത്. ജഡ്ജി അമ്മാവൻ കോവിലിൽ നിറകണ്ണുകളോടെയാണ് ദിലീപ് എത്തി വഴിപാടുകൾ നടത്തിയത്. കേസിൽ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ച ദിവസം സഹോദരൻ അനൂപ് ജഡ്ജി അമ്മാവൻ കോവിലിലെത്തി വഴിപാടുകൾ നടത്തിയിരുന്നു. ജാമ്യം ലഭിച്ച ശേഷമാണ് ദിലീപും ഇവിടെ എത്തി വഴിപാടുകൾ നടത്തിയത്. കേസുകളിലും കോടതി വ്യവഹാരങ്ങളിലും പെട്ടവർക്കും ആശ്രയമാണ് നീതിമാനായ ജഡ്ജി അമ്മാവൻ എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെത്തി ജഡ്ജി അമ്മാവന് പ്രത്യേക വഴിപാട് നടത്തണം. എന്നാൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നവരുടെ ഭാഗത്തായിരിക്കണം നീതിയും ന്യായവും. പ്രശസ്തരായ നിരവധി ആളുകളാണ് ജഡ്ജി അമ്മാവന് വഴിപാട് നടത്താനെത്തുന്നത്. ശ്രീശാന്ത്, IG ശ്രീജിത്ത് എന്നിവർ ഇവിടെ എത്തി വഴിപാടുകൾ നടത്തിയിട്ടുണ്ട്. നടൻ സിദ്ദിഖാണ് ഒടുവിലെത്തിയ താരമെന്നാണ് സൂചന. ജയിലിലായ അണ്ണാ DMK നേതാവ് ശശികല നടരാജനു വേണ്ടി ജഡ്ജി അമ്മാവന് മുന്നിൽ പാർട്ടി പ്രവർത്തകർ വഴിപാട് നടത്തിയിട്ടുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ അനുകൂല നിലപാടിനു വേണ്ടിയും പ്രയാർ ഗോപാലകൃഷ്ണനും ഇവിടെ എത്തി വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ചിരുന്നു. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ R ബാലകൃഷ്ണ പിള്ളയും ജഡ്ജി അമ്മാവന് മുന്നിൽ വഴിപാട് നടത്തിയ പ്രമുഖനാണ്. ജാതിമത വ്യത്യാസമില്ലാതെയാണ് ഇവിടെ എത്തി ആളുകൾ പ്രാർത്ഥിക്കുന്നത്. അതിനാൽ എത്തുന്നവരുടെ വിവരം അതീവ രഹസ്യമായി അധികൃതർ സൂക്ഷിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ ഉപദേവത പ്രതിഷ്ഠയാണ് ജഡ്ജി അമ്മാവൻ. പണ്ട് കാലത്ത് ജഡ്ജി അമ്മാവൻ എന്നയാൾ ഇവിടെ ജീവിച്ചിരുന്നത്രേ. അദ്ദേഹത്തിന്റെ കാലശേഷം ബന്ധുക്കളാണ് ക്ഷേത്രത്തിൽ കൂടിയിരുത്തിയത്. പിന്നീട് കോവിലിൽ പണിത് പൂജ നടത്തി വരികയായിരുന്നു. കേസുകളിലും കോടതി വ്യവഹാരങ്ങളിലും പെട്ടവർ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ അനുകൂലമായ ഫലം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. എന്നാൽ എത്തുന്നയാളുടെ ഭാഗത്തായിരിക്കണം ന്യായം. ഇപ്പോൾ നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ കേസിൽ വെറുതെ വിട്ടപ്പോൾ ജഡ്ജി അമ്മാവൻ കോവിൽ കൂടുതൽ ചർച്ചയായി മാറുകയാണ്. കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്തിനടുത്ത പ്രകൃതി രമണീയമായ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ചെറുവള്ളി ദേവി ക്ഷേത്രം കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. സത്യത്തിന്റെയും നീതിയുടെയും കാവലാളായി ഇവിടെ കുടികൊള്ളുന്ന ജഡ്ജി അമ്മാവൻ വിശ്വാസികൾക്ക് വെറുമൊരു സങ്കല്പമല്ല,
മറിച്ച് കോടതി വ്യവഹാരങ്ങളിൽ തുണയാകുന്ന അഭയസ്ഥാനം കൂടിയാണ്. അതിൽ വിശ്വാസവും അതുപോലെ തന്നെ അതിൽ നിന്നുള്ള ശക്തി ലഭിച്ചതും അതിന്റെ റിസൾട്ട് അറിഞ്ഞവരും നിരവധിയാണ്. ആയിരത്തിലധികം വർഷത്തെ പഴക്കമുണ്ടെന്നും കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ പേരിനു പിന്നിൽ മനോഹരമായ ഒരു കഥയുണ്ട്. പണ്ട് വന്യമായ കാടായിരുന്നു ഈ പ്രദേശത്ത്. പുല്ലരിയാനായി എത്തിയ ഒരു സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടാൻ കല്ലിൽ ഉരച്ചപ്പോൾ അവിടെ നിന്ന് രക്തം പ്രവഹിച്ചു അത്രേ. ഈ ചൈതന്യം കുളത്തിൽ വ്യാപിക്കുകയും ദേവി ഒരു ചെറിയ വള്ളിയിൽ ഊഞ്ഞാലാടുന്ന രൂപത്തിൽ ബ്രാഹ്മണന് ദർശനം നൽകുകയും ചെയ്തു. വള്ളിയിൽ ദർശനം നൽകിയ ദേവി വസിക്കുന്ന ഇടമായതിനാൽ ഇവിടെ ചെറുവള്ളി എന്ന് അറിയപ്പെടുന്നു. ഇനി എന്താണ് ജഡ്ജി അമ്മാവൻ? ആരാണ് അപൂർവ പ്രതിഷ്ഠ? ആരാണ് ഈ ജഡ്ജി അമ്മാവൻ? രാഹുൽ മാങ്കൂട്ടവും ദിലീപും ശ്രീശാന്തും എസ് ശ്രീജിത്തും ഒക്കെ വിശ്വസിച്ച ഇത്രയും വിശ്വാസത്തിനായിട്ടുള്ള ജഡ്ജി അമ്മാവൻ ആരാണ്? തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കോടതിയിലെ നീതിമാനായ ജഡ്ജിയായിരുന്നു തിരുവല്ല രാമപുരത്ത് മഠത്തിലെ ഗോവിന്ദപിള്ള. ഒരിക്കൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് സ്വന്തം അനന്തരവന് അദ്ദേഹം വധശിക്ഷ വിധിച്ചു. ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞപ്പോഴാണ് വിധി തെറ്റായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. പശ്ചാത്താപത്തിൽ നീറിപ്പുകഞ്ഞ ഗോവിന്ദപിള്ള രാജാവിനോട് തനിക്ക് ശിക്ഷ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. സ്വയം തീരുമാനിച്ച ശിക്ഷ പ്രകാരം തന്റെ പാദങ്ങൾ മുറിച്ച ശേഷം മരണം വരെ തൂക്കിലിടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ദുർമരണം സംഭവിച്ച അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിന്നീട് ചെറുവള്ളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ദൈവമായി പിള്ള അന്നു മുതൽ ജഡ്ജി അമ്മാവൻ എന്ന് വിളിക്കപ്പെടുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജഡ്ജി അമ്മാവൻ കോവിൽ രാത്രിയിൽ മാത്രമാണ് തുറക്കാറുള്ളത്. ക്ഷേത്രത്തിലെ അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ച ശേഷം രാത്രി 8 മുതൽ 8:45 വരെയാണ് ജഡ്ജി അമ്മാവനെ തൊഴാൻ ഭക്തർക്ക് അവസരം ലഭിക്കുക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എത്തിയത്. കൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. പുറത്ത് കാർ നിർത്തിയതിനു ശേഷം അകത്തേക്ക് കയറുകയായിരുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഈ കോവിലിലെ തന്നെ ആൾക്കാരുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അവിടെ പൂജ നടക്കുന്നതിനാൽ തന്നെ അദ്ദേഹം കുറച്ച് അല്പസമയം ഈ കോവിലിനകത്ത് കാത്തിരിക്കുകയാണ് ചെയ്തത്. പിന്നീട് ചില വിവരങ്ങൾ എഴുതി നൽകുന്നു. അതിനുശേഷമാണ് വീണ്ടും കോവിലിലേക്ക് വന്ന് പ്രാർത്ഥനകൾ നടത്തിയത്. കരിക്കഭിഷേകവും അടനിവേദ്യവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കേസുകളിൽ വിജയവും നീതിയും ലഭിക്കാനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ സമയം ഇവിടെ എത്താറുണ്ട്. 1978 ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ശ്രീകോവിലിൽ നിർമ്മിച്ച് അദ്ദേഹത്തെ കുടിയിരുത്തിയത്. കോട്ടയത്ത് നിന്നും ഏകദേശം 35 കിലോമീറ്റർ അകലെ ചിറക്കടവ മണിമല റൂട്ടിലാണ് ഈ ക്ഷേത്രം. പൊൻകുന്നത്തും 7 കിലോമീറ്റർ യാത്ര ചെയ്താൽ വിശ്വാസവും ചരിത്രവും ലയിക്കുന്ന ഈ പുണ്യഭൂമിയിൽ എത്താം. എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഇവിടെ എത്തി. ഇനിയും പിന്നാലെ എത്ര പേർ എത്തുമെന്ന് അറിയില്ല. എന്തായാലും രാഹുലിന് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിൽ നിന്നും കൃത്യമായ ഒരു നീതി ലഭിക്കുന്നുണ്ട്. ഇത് തുടർന്നു കൊണ്ടുപോകാനും തന്റെ ഭാഗത്തുള്ള തെറ്റില്ല എന്ന് തീർച്ചയാക്കാനും അത് കോടതിയിൽ ബോധ്യപ്പെടുത്താനും കൂടി ദൈവസഹായം കൂടി തേടാനാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രാർത്ഥനകളും നീക്കങ്ങളും ഒക്കെ തന്നെയാണ് ജഡ്ജി അമ്മാവൻ നടയിലും അല്ലാതെയും രാഹുൽ മാങ്കൂട്ടം നടത്തുന്നത്.